അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഉത്കണ്ഠയിലും മാനസികമായ പ്രയാസത്തിലുമാണുള്ളത്. അവരുടെ പ്രവർത്തനങ്ങളും ചെയ്തികളും സ്വഭാവങ്ങളുമൊക്കെ ദിനേന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യതിയാനം, അതിനെക്കുറിച്ചുള്ള വല്ലാത്ത ഭീതി ഓരോ രക്ഷിതാക്കളെയും മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളും മദ്രസകളുമെല്ലാം ഇല്ലാത്ത ഈ ഒരു സമയത്ത്, വെക്കേഷൻ ടൈമിൽ അവരവരുടെ കുടുംബത്തിൽ വല്ലാതെ ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ മക്കൾ എന്നാണ് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, മക്കളെ വളർത്തുന്നതിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കളെ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ അകലുന്നത് നമ്മളിൽ നിന്നായിരിക്കും. മാതാപിതാക്കൾ എന്ന് പറയുന്ന നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഒളിച്ചോടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക. നമ്മുടെ കൂടെ ഇരിക്കാനോ നമ്മളുമായി സംസാരിക്കാനോ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനോ ഒരു ശരാശരി ഇന്നത്തെ തലമുറയിലുള്ള മക്കൾക്ക് കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പരിധിവരെ അതിൻ്റെ ഒരു കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ രംഗത്ത് ഒരു ചികിത്സ നടത്തി അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കുക. ഒന്നാമതായി, നമ്മുടെ മക്കളുമായി കൊണ്ടുള്ള ഒരു നല്ല സ്നേഹബന്ധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും രക്ഷിതാക്കളിൽ പലരും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ലാതെ അതിൻ്റെ ഒരു പ്രകടനം രക്ഷിതാക്കളിൽ നിന്ന് മക്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഗൗരവമായ ഒരു കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടിയെ ചുംബിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രംഗം കണ്ട അക്റഅ ബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരു കാട്ടറബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നലി അശറത്ത ഔലാദ്, എനിക്ക് 10 മക്കളുണ്ട്, മാ ഖബ്ബൽതുഹും അഹദ, ഞാൻ ഒരാളെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞത്, മല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവനോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, മക്കളെ ചുംബിക്കുക, മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാരുണ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പലപ്പോഴും ഒരു 2-3 വയസ്സ് വരെയാണ് നമ്മുടെ മക്കളെ ചുംബിക്കാറുള്ളത്. അതല്ല, അതിൻ്റെ അപ്പുറവും നമ്മൾ നമ്മുടെ മക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കാനും അവരുമായി കളിക്കാനും അവരുമായി സംസാരിക്കാനും അവരുമായി സമയം ചെലവഴിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ അടുത്തു നിൽക്കാൻ നമ്മുടെ മക്കൾ തയ്യാറാവുകയും നമ്മളുമായി കൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹം ഏറ്റവും പ്രധാനമായും രക്ഷിതാക്കളിൽ നിന്ന് മക്കൾക്ക് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും അതുതന്നെയാണ്. മാതാപിതാക്കളുടെ അതിരറ്റ സ്നേഹം മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്നും സ്നേഹം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുക, സംസാരത്തിൽ ഒതുങ്ങാതെ അത് പ്രവർത്തനത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ഇഷ്ടപ്പെടുകയും അവരെ അടുത്ത് നിർത്തുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരുമായി കൊണ്ട് സംസാരിക്കുവാനും അവരുമായി കൊണ്ട് ഇടപഴകുവാനും നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.